അപ്പൊ ഇത് എന്തടിസ്ഥാനത്തിലാ ഖലീത്തങ്ങളെ ഖാലിയാക്കിയത്? ഖലീത്തങ്ങളെ ഖാലിയാക്കിയ അടിസ്ഥാനം തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇബ്നു ഹജർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ ഇതിനെപ്പറ്റി അനിസ്ലാമികെന്ന് പറയാൻ ഈ പറയുന്നവന് ഇസ്ലാമോ അനിസ്ലാമോ അറിയോ? രണ്ടും അറിയാത്ത ആളുകളിലെ ഈ പറയുന്നത്. അത്ര പറഞ്ഞ് നിർത്തില്ലാതെ ഞാൻ അതിൻ്റെ അപ്പുറമൊന്നും പറയുന്നില്ല. ഇനി അതിൻ്റെ ബാക്കി ാണ് ഈ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കാളികണ്ഠം മഹല്ലിലെ കാളി എന്ന് പറയുന്നത് തിരൂരങ്ങാടി കാളി തന്നെയാണ്. അതല്ലാത്ത മറ്റൊരു കാളി എന്ന പേരിൽ ആരെങ്കിലും വലിച്ചു കൊണ്ടുവന്നാൽ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് അതൊരിക്കലും കാളിയാവുകയില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ചത് കാളിയല്ല. അതിന് ഫിഖ് ഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ല, ഇമാമുകളുടെ പിന്തുണയില്ല, ഷാഫി ഫിഖിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ പിന്തുണയില്ല. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇതിനെപ്പറ്റി അനിസ്ലാമികെന്ന് പറയാൻ ഈ പറയുന്നവന് ഇസ്ലാമോ അനിസ്ലാമോ അറിയോ? രണ്ടും അറിയാത്ത ആളുകളിലെ ഈ പറയുന്നത്. അത്ര പറഞ്ഞ് നിർത്തില്ലാതെ ഞാൻ അതിൻ്റെ അപ്പുറമൊന്നും പറയുന്നില്ല.